നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ ചികിത്സാ പിഴവെന്ന ആരോപണവുമായി കുടുംബം. ആശുപത്രിക്ക് മുൻപിൽ നവജാത ശിശുവുമായി ശിവപ്രിയയുടെ ബന്ധുക്കളുടെ പ്രതിഷേധം. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം വേണമെന്ന ആവശ്യം. ചികിത്സാ പിഴവിനെ തുടർന്ന് കൊല്ലം സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ BJP. ആദ്യഘട്ടത്തിൽ 67 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശാസ്തമംഗലത്ത് മുൻ DGP ശ്രീലേഖ മത്സരിക്കും. പത്മിനി തോമസ് പാളയത്ത്. VV രാജേഷ് കൊടുങ്ങാനൂരിൽ. അഴിമതിരഹിത അനന്തപുരി ലക്ഷ്യമെന്ന് പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വന്ദേ ഭാരത് ട്രെയിനിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകും. ഗണഗീതം പാടിയത് ദേശഭക്തിഗാനമെന്ന നിലയിലെന്നും സൈബർ ആക്രമണത്തിൽ കുട്ടികൾ ഭയത്തിലെന്നും സ്കൂൾ പ്രിൻസിപ്പൽ PK ഡിൻഡോ. സംഗീതം ആസ്വദിക്കാനുള്ളതെന്നും ജാതി മതഭേദമില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ബീഹാറിൽ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം സമാപിച്ചു. മറ്റന്നാൾ വിധിയെഴുത്ത്. 122 മണ്ഡലങ്ങളിൽ. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം വെട്ടിച്ചുരുക്കി. സമ്മേളനകാലം ഡിസംബർ 1 മുതൽ 19 വരെ. വിശദമായ ചർച്ചകൾ ഒഴിവാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ ഭാഗമെന്ന വിമർശനവുമായി കോൺഗ്രസ്. ഭീകരവാദികൾക്ക് ആയുധങ്ങൾ നൽകുന്ന 3 പേർ ഗുജറാത്തിൽ അറസ്റ്റിൽ. ജമ്മുകശ്മീരിൽ ഭീകരർക്ക് സഹായം നൽകിയ 3 പോലീസുകാരെ പിരിച്ചുവിട്ടു. വാർത്തകൾ വിശദമായി നോക്കാം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ ചികിത്സാ പിഴവെന്ന ആരോപണവുമായി കുടുംബം. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത്. ആശുപത്രിയിൽ നിന്നുമുള്ള അണുബാധയേറ്റാണ് മരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആരോപണം നിഷേധിച്ച ആശുപത്രി അധികൃതർ രംഗത്തെത്തി. മരണപ്പെട്ട ശിവപ്രിയയുടെ ബന്ധുക്കൾ SAT ആശുപത്രിക്ക് മുൻപിൽ നവജാത ശിശുവുമായി പ്രതിഷേധം തുടരുകയാണ്. ആശുപത്രി അധികൃതരുമായി കുടുംബാംഗങ്ങളും BJP നേതാവ് V മുരളീധരനും ചർച്ച നടത്തി. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം വേണമെന്നാണ് ആവശ്യമെന്നും ഉറപ്പ് കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. എന്നവര് ഞങ്ങളോട് പറഞ്ഞു. സർക്കാരിന്റെ പ്രതികരണം എന്താണ് എന്നറിയുന്നതുവരെ ഞങ്ങൾ ഇവിടെ തുടരും എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SAT സൂപ്രണ്ട് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസും BJPയും പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധം പോലീസ് തടഞ്ഞു. സൂപ്രണ്ടിന്റെ ഓഫീസിന് മുൻപിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യ വകുപ്പിന് റിപ്പോർട്ട് കൈമാറും. ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്ന നിലപാടിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. അതേസമയം ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടിയേക്കും. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും റഫർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൃദ്രോഗിയായിരുന്ന വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. എന്നാൽ ദിവസങ്ങളോളം നേരിട്ട അവഗണനയ്ക്കൊടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ്. വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ വളരെ കൂടുതലായിരുന്നതിനാലാണ് ആൻജിയോഗ്രാം ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്ന വാദവുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നതോടെ ആ വാദം അപ്രസക്തമായി. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും വേണുവിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യമന്ത്രിക്ക് നാളെ റിപ്പോർട്ട് കൈമാറും. വേണുവിന് ചികിത്സ ഉറപ്പാക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ഡോക്ടർമാർ അന്വേഷണ സമിതിക്ക് മൊഴി നൽകിയിട്ടുള്ളതെന്നാണ് സൂചന. സംഭവത്തിൽ DMEയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ വേണുവിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ സംവിധാനങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തറയിൽ കിടത്തി ചികിത്സ നൽകുന്നത് എത്രമാത്രം പ്രാകൃതമാണെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകളെക്കുറിച്ച് പൊതുവേദിയിൽ വിമർശിച്ച ഹാരിസ് ചിറക്കലിനെതിരെ കടുത്ത അതൃപ്തിയിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്. ഡോക്ടറെ വിളിച്ചുവരുത്തി വിശദീകരണം തേടാൻ സാധിക്കുമോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത്. പ്രസ്താവന മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് പുറത്തു നടന്ന പൊതുപരിപാടിയിലായതിനാൽ വിശദീകരണം തേടാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ BJP ആദ്യഘട്ടത്തിൽ 67 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശാസ്തമംഗലത്ത് മുൻ DGP ശ്രീലേഖ മത്സരിക്കും. പത്മിനി തോമസ് പാളയത്തും VV രാജേഷ് കൊടുങ്ങാനൂരിലും മത്സരിക്കും. അഴിമതിരഹിത അനന്തപുരി ലക്ഷ്യമെന്ന പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങളൊരു കാഴ്ചപ്പാടും ഞങ്ങളൊരു ലക്ഷ്യം കേരള സംസ്ഥാനത്തിന് തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും നല്ല ഭരണം, ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗവേൺ സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. സെക്കൻഡ് അല്ല, തേർഡ് അല്ല, ഫോർത്ത് അല്ല, ലാസ്റ്റ് അല്ല, ഏറ്റവും നല്ല ഭരണം ചെയ്യുന്ന ഒരു നഗരമാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. 67 കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിക്കുന്നു. ഇവർ BJPയുടെ കാൻഡിഡേറ്റ്സുമാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന BJPയുടെ പ്രവർത്തകരാണ്. പുന്നയ്ക്കാമുകൾ K. മഹേശ്വരൻ നായർ, പൂജാപ്പുര രാജലക്ഷ്മി T, കരമന അജിത്, പാളയം പത്മിനി തോമസ്, തമ്പാനൂർ സതീഷ്, കൊടുങ്ങന്നൂർ VV രാജേഷ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും രജിത്ത് ചേരുന്നു. രജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം കളമൊരുങ്ങുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ അരയും തലയും മുറുക്കി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 67 സ്ഥാനാർത്ഥികളെയാണല്ലോ പ്രഖ്യാപിച്ചത്. ഏറ്റവും എടുത്തു പറയേണ്ടത് മുൻ DGP ശ്രീലേഖ മത്സര രംഗത്ത് ഉണ്ട് എന്ന് ഉള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മുസ്ലിം വീടുകളിൽ സന്ദർശനം നടത്തും, അത് സൗഹൃദപരമായ സന്ദർശനമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കൊണ്ടായിരിക്കാം എന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. മറ്റു വിവരങ്ങൾ എങ്ങനെ? കോൺഗ്രസിന് പിന്നാലെ ഇപ്പോൾ BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ DGP ആയിട്ടുള്ള R. ശ്രീലേഖ IPS അവർ ശാസ്തമംഗലത്ത് നിന്നും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നത് തന്നെയാണ്. കഴക്കൂട്ടം അനിൽ, ഒപ്പം തന്നെ പൂജപ്പുരി രാജലക്ഷ്മി T, നേമത്ത് MR ഗോപൻ, തിരുവല്ലം S. ഗോപകുമാർ, പാളയത്ത് പത്മിനി തോമസ്, തമ്പാനൂർ സതീഷ് തുടങ്ങിയവരാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് DGP R. ശ്രീലേഖ മത്സരിക്കുന്നു എന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം കോൺഗ്രസിൽ നിന്നെത്തിയ 3 പേർ മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. K. മഹേശ്വരൻ നായർ, അത് പുന്നയ്ക്കാമുകളാണ് മത്സര രംഗത്തുള്ളത്. ഒപ്പം തന്നെ തമ്പാനൂർ സതീഷ് തമ്പാനൂരിൽ മത്സര രംഗത്ത് എത്തിയിരിക്കുന്നു. പാളയത്ത് പത്മിനി തോമസ് എന്നിവരാണ് മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് BJPയുടെ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒപ്പം തന്നെ നേരത്തെ മത്സര രംഗത്തുള്ളവർ, നേരത്തെ സീറ്റിൽ മത്സരിക്കാൻ തന്നെ ആളുകളുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ വാർഡ് കൗൺസിലർമാരായിരുന്ന ആളുകൾ തന്നെ മത്സര രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. 1989-ൽ ആദ്യ 6 BJPയുടെ 6 കൗൺസിലർമാരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് അശോക് കുമാർ. അദ്ദേഹം ഇത്തവണ മത്സര രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. VV രാജേഷ് പൂജപ്പുര വിട്ട് കൊടുങ്ങാനൂരിലേക്കാണ് മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. MR ഗോപൻ ഇത്തവണ നേമത്താണ് മത്സരിക്കുന്നത്. നേരത്തെ പൊന്നുമംഗലം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വാർഡ്. അത്തരത്തിൽ സ്ഥാനാർത്ഥികളുടെ 67 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനി ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് അധികം താമസിക്കാതെ തന്നെ BJP പുറത്തുവിടും. ഏറ്റവും പ്രധാനം, പ്രചരണ പരിപാടികൾക്ക് നേരത്തെ തന്നെ തുടക്കം കുറിക്കും. സ്ഥാനാർത്ഥികൾക്ക് മുമ്പ്, സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. വികസിത അനന്തപുരി എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. ആ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ 101 പേരുടെ പേരുകൾ ഇനി പ്രഖ്യാപിക്കാനുണ്ട്. ഒപ്പം തന്നെ ഘടകകക്ഷികളിൽ നിന്നുള്ള ആളുകളുടെ പേരുകളൊക്കെയുമുണ്ട്. വരും ദിവസങ്ങളിൽ അവയുടെ പ്രഖ്യാപനവും ഉണ്ടാകും എന്ന കാര്യമാണ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ വികസനം, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ഭരണ നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുക എന്നത് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ 67 പേരുടെ പേരുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് BJP പ്രചരണ രംഗത്തേക്ക് കൂടുതൽ സജീവമാകുന്നത്. ശരി, വിവരങ്ങളാണ് രജിത്ത് തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ് 2ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 9 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 21 വയസ്സുള്ള ആർച്ച KS-ഉം കുമാരി ജയലക്ഷ്മിയും സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട്. ആർച്ച കൊട്ടിയം ലോ കോളേജിലെ KSU യൂണിറ്റ് ഭാരവാഹിയും കുമാരി ജയലക്ഷ്മി കൊല്ലം SN ലോ കോളേജിലെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമാണ്. ആർച്ച വള്ളിക്കീഴും ജയലക്ഷ്മി മുണ്ടക്കലുമാണ് മത്സരിക്കുക. കോർപ്പറേഷനിൽ കോൺഗ്രസ് 22-ഉം RSP 10-ഉം സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചു.
വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം ആക്ഷേപങ്ങളെ തുടർന്ന് ഒഴിവാക്കിയ കുട്ടികളുടെ ഗണഗീത വീഡിയോ ദക്ഷിണ റെയിൽവേ വീണ്ടും എക്സിൽ പങ്കുവച്ചു. ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയോടുകൂടിയാണ് പോസ്റ്റ്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സംഭവം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഔദ്യോഗിക ചടങ്ങ് നടത്തിയതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം ആക്ഷേപങ്ങളെ തുടർന്ന് ഒഴിവാക്കിയ കുട്ടികളുടെ ഗണഗീതം ദക്ഷിണ റെയിൽവേ വീണ്ടും എക്സിൽ പങ്കുവച്ചു. ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയോടുകൂടിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എളമക്കര സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികൾ സ്കൂളിലെ പാട്ടുപാടി എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് പോസ്റ്റ്. സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലിയിൽ പാടുന്ന ദേശഭക്തി ഗാനമാണെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചതോടെയാണ് വീണ്ടും പോസ്റ്റ് ചെയ്തതെന്ന് ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കി. എന്നാൽ വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള CPMന്റെ ശ്രമമാണ് നടക്കുന്നതെന്നും ഗാനത്തിന്റെ ഒരു വാക്കുപോലും RSSനെ പരാമർശിക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ദേശഭക്തിയാണ് ഗാനത്തിന്റെ ആശയം. RSS പാടുന്ന വന്ദേ മാതരം പാർലമെന്റിൽ പാടുന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. അല്ല, ഇതിലും കൂടുതൽ RSSകാർ പാടുന്ന വന്ദേ മാതരാണ്. അത് പാർലമെന്റിൽ പാടുന്നില്ലേ? ഞങ്ങൾ തുടങ്ങിയതല്ല, BJPയുടെ കാലത്ത് തുടങ്ങിയതല്ല. RSSന്റെ എല്ലാ പരിപാടികളിലും ഞാൻ ആദ്യം കേൾക്കുന്ന അവസാനം കേൾക്കുന്നതും വന്ദേ മാതരമാണ്. അപ്പം വന്ദേ മാതരം പോലെ ഇവർ അത് പാടുന്നുണ്ട് ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? കുട്ടികൾ അപ്പോൾ തോന്നിയത് ചെയ്തതാകാമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. സംഗീതത്തിന് ജാതി മതഭാഷ ഭേദമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക ചടങ്ങിൽ ഗണഗീതം പാടാൻ അനുവദിക്കരുതെന്നും സ്കൂളിനെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ഔദ്യോഗിക ചടങ്ങിൽ RSSന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ്. ആ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം. അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിപാടികളിൽ ഗണഗീതം അനുവദിക്കാനാകില്ലെന്ന് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിൽ പറഞ്ഞു. ഗണഗീതം ദേശഭക്തി ഗാനമാണോ എന്ന് പ്രിൻസിപ്പളല്ല തീരുമാനിക്കുന്നത്. സ്കൂളുകളിൽ ഗണഗീതം അനുവദിക്കാനാകില്ലെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകുമെന്നും വി ശിവൻകുട്ടി ഡൽഹിയിൽ പറഞ്ഞു. വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം നടത്തുന്നുണ്ട്. റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി എന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പുള്ളത്. ഇതിനു പിന്നാലെയാണ് കൂടുതൽ രൂക്ഷമായ വിമർശനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഔദ്യോഗിക ചടങ്ങുകളിൽ ഗണഗീതം അനുവദിക്കാനാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിൽ പറഞ്ഞു. ഏതു മാനേജ്മെന്റ് ആയാലും മതേതരത്വത്തിന് വെല്ലുവിളിയാകുന്ന രീതികൾ അംഗീകരിക്കാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അത് ആരുടെ സ്കൂളായിരുന്നാലും, ഏത് മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളായിരുന്നാലും, ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. NOCയിലെ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ NOC പിൻവലിക്കാനുള്ള അധികാരം ഉണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഗണഗീതം ദേശഭക്തി ഗാനമാണോ എന്ന പ്രിൻസിപ്പൽ അല്ല തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെ ഓരോരുത്തരും പറയുന്നതനുസരിച്ചാണോ ദേശഭക്തി ഗാനം ആയി വരുന്നത്? പ്രിൻസിപ്പൾക്ക് ഇത് വിലയിരുത്തി പറയാനുള്ള അധികാരം അദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? രാജ്യത്തെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ദേശഭക്തി ഗാനങ്ങൾ ഇദ്ദേഹമാണ് പ്രഖ്യാപിക്കേണ്ടത്. വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകുമെന്നും അന്വേഷണം ആവശ്യപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടികൾക്ക് RSSുമായി ബന്ധപ്പെട്ട ചരിത്രം അറിയില്ലെന്നും അവർ നിരപരാധികളാണെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. റെയിൽവേ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടല്ല ഗണഗീതം പാടിയതെന്ന് എളമക്കര സരസ്വതി സ്കൂൾ പ്രിൻസിപ്പൽ KP ഡിൻഡോ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ ആവശ്യപ്രകാരമാണ് പാടിയത്. ദേശഭക്തി ഗാനം എന്ന നിലയിൽ മാത്രമാണ് പാടിയത്. സ്കൂളിൽ ഗണഗീതം ഉൾപ്പെടെ എല്ലാ ഗാനങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. വിവാദമുണ്ടായതോടെ കുട്ടികൾ ഭയത്തിലാണ്. സൈബർ ആക്രമണവും രൂക്ഷമാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രിയെ റിപ്പോർട്ട് ചോദിച്ചത് വിഷമമുണ്ടാക്കിയെന്നും പ്രിൻസിപ്പൽ കട്ടപ്പനയിൽ പറഞ്ഞു. ഇന്നലെ നടന്ന വന്ദേ ഭാരത് എറണാകുളം ബാംഗ്ലൂർ ട്രെയിനിന്റെ ആദ്യ റണ്ണിൽ എറണാകുളത്തെ 5 വിദ്യാലയങ്ങൾ 5 സ്കൂളുകളെ സെലക്ട് ചെയ്തു. അതിലൊന്ന് നമ്മുടെ സ്കൂളാണ്.
നമ്മുടെ 20 കുട്ടികളും 2 അധ്യാപകരുമാണ് ഇതിൽ പങ്കെടുത്തത്. യാത്രാമധ്യേ ഏതോ ഒരു മീഡിയ, ചിലപ്പോൾ ലോക്കൽ മീഡിയ ആകാം, അവര് കുട്ടികളോടൊരു പാട്ട് പാടാൻ പറയുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ വന്ദേ മാതരം എന്നുള്ള ദേശഭക്തി ഗാനം ചൊല്ലി. അപ്പോൾ അദ്ദേഹം വീണ്ടും ഡിമാൻഡ് ചെയ്തു, വന്ദേ മാതരം ഒരു മലയാളം പാട്ട് പാടാവോ? ഇവര് ദേശഭക്തി ഗാനം ഒന്നും ചൊല്ലി പറഞ്ഞിട്ടില്ല, ഒരു പാട്ട് എന്ന് മാത്രം. അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ എന്ത് ചെയ്തു, രണ്ടാമത് ചോദിച്ചപ്പോൾ ഇവര് ഒരു ദേശഭക്തി ഗാനം ചൊല്ലി. വന്ദേ ഭാരതിൽ ഗണഗീതം ആലപിക്കാൻ റെയിൽവേ RSSന്റെ തറവാട്ടുവകയല്ലെന്ന് മന്ത്രി ആർ ബിന്ദു. RSS തീവ്രവാദ സംഘടനയാണ്. ഔദ്യോഗിക പരിപാടിയിൽ ഗണഗീതം പാടിയത് ശരിയായ നടപടിയല്ല. ഫാസിസ്റ്റ് നടപടിയുടെ ഭാഗം വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ഔദ്യോഗിക ചടങ്ങിലാണ് അത് പാടിയതെങ്കിൽ ആ ഔദ്യോഗിക ചടങ്ങ് സംഘടിപ്പിച്ചവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു സർക്കാർ പരിപാടിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പാട്ടാണോ പാടേണ്ടത്? റെയിൽവേ എന്ന് പറയുന്നത് RSSന്റെ തറവാട്ടുവകയല്ല എന്നാണ് ഞാൻ FBയിൽ എഴുതിയത്. അത് തന്നെയാണ്. ഇപ്പോൾ SIT ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം വരുന്നുണ്ട്, അതിലേക്ക്. However, we firmly believe that the inquiry should not be conducted by internal organizations. The inquiry should be conducted by an independent or external inquiry to ensure the transparency and justice for the decency of her family. It is also important to note that as per the Supreme Court verdict, in a case where medical negligence occurs in the government medical institution, the inquiry must be conducted by an external or outsourced agency, not by the institution itself. Hence, we request the same procedure should be strictly followed in the case to uphold the rules and laws of the public trust. The kind attention and promote action in this matter to uphold the accountability and prevent such incidents in the future. Thanking you, Abhijit Vijayan, the President of Indian Youth Congress Kayakootam. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഈ പരാതി ഞങ്ങൾ അകത്ത് സംസാരിച്ച് അയച്ചു കഴിഞ്ഞു. നാളെ നടപടിക്രമങ്ങളിലേക്ക് എക്സ്റ്റേണൽ ഏജൻസി പോകുന്നില്ല എങ്കിൽ മറ്റൊന്ന് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും സമര പരിപാടികളും അതോടൊപ്പം നമ്മൾ ഹൈക്കോടതിയിൽ പോയി ഓർഡർ മേടിക്കുന്ന അടക്കമുള്ള നിയമ നടപടികളായി പോകുമെന്ന് ഞങ്ങളുടെ ആവശ്യം അറിയിക്കുകയും ഞങ്ങൾ അതനുസരിച്ച് മെയിൽ അറിയിക്കുകയും ശേഷം ഈ ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ ആതിരയുണ്ട്. ആതിര, ഈ ഗുരുതര ആരോപണമാണ് ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ ആരോപിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആരോപണങ്ങളൊക്കെ ആശുപത്രി അധികൃതർ നിഷേധിക്കുന്നുമുണ്ട്. ഈ ശിവപ്രിയയുടെ ബന്ധുക്കൾ SIT ആശുപത്രിക്ക് മുൻപിൽ നവജാത ശിശുവുമായി പ്രതിഷേധം നടത്തുകയായിരുന്നല്ലോ. ഈ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയാണോ ആതിര? അശ്വതി, തീർച്ചയായും ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഈ ആശുപത്രിക്കെതിരെ ശിവപ്രിയയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ഈ നാട്ടുകാരുമൊക്കെ ഉന്നയിച്ചിരുന്നത്. കാരണം ഇത്തരത്തിൽ ഈ അണുബാധ നടന്നിരിക്കും എന്നുള്ളത്, ഈ അണുബാധ എന്ന് പറയുന്നത് ആശുപത്രിയിൽ നിന്നുണ്ടായി എന്നാണ് ഈ ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിച്ചൊരു കാര്യം. പക്ഷേ അത്തരത്തിലല്ല. ഒരു ദിവസം 20ഉം അതിലേറെയും ആളുകൾ ഇവിടെ പ്രസവത്തിനായും ഒക്കെ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസവ ഓപ്പറേഷൻ തിയേറ്ററിലോ വാർഡിലോ നിന്ന് ഇത്തരത്തിലൊരു അണുബാധ പകരാനുള്ള സാധ്യത ഏറെ കുറവാണെന്നും അത്തരത്തിൽ കൃത്യമായ രീതിയിൽ പരിശോധന ഉൾപ്പെടെ നടത്തിയതിനു ശേഷമാണ് 25-ാം തീയതി ശിവപ്രിയ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വിട്ടത്. പക്ഷെ അതിന് പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം ഇത്തരത്തിൽ ഗുരുതരമായ ഒരു രീതിയിൽ, ഇത് അണുബാധ ഗുരുതരമാകുന്ന ഒരു രീതിയിൽ പനിയും കടുത്ത വയറിളക്കവും ഒക്കെ ആയാണ് ശിവപ്രിയ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നോ അണുബാധ പകർന്നതായിരിക്കാം. ആശുപത്രിയിൽ നിന്നും അണുബാധ പകരുന്ന കാര്യം അത്തരത്തിലൊരു സംശയം വേണ്ട എന്നാണ് സൂപ്രണ്ട് ഉൾപ്പെടെ ഈ ശിവപ്രിയയെ നോക്കിയിരുന്ന ഗൈനക്കോളജിസ്റ്റ് ഉൾപ്പെടെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്നും ഇത്തരത്തിലൊരു അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രിക്കും സൂപ്രണ്ടിനും ഉൾപ്പെടെ ഈ മെയിൽ അയച്ചിട്ടുണ്ട്, പരാതി മെയിൽ മുഖേന അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഒരുപക്ഷെ പ്രതിഷേധമൊക്കെ തന്നെ തുടരാനാണ് സാധ്യത. പക്ഷേ സുപ്രീം കോടതി ഇത്തരത്തിൽ ചികിത്സാ പിഴവിൽ സുപ്രീം കോടതിക്ക് ഒരു മാനദണ്ഡമുണ്ട്. അതനുസരിച്ചുള്ള ഈ അന്വേഷണ സംഘം അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു സംഘമായിരിക്കണം അന്വേഷണം നടത്തേണ്ടത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BJP പ്രവർത്തകരും കുടുംബവും ഇവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ശരി ആതിര.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. 122 സീറ്റിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. 14-നാണ് വോട്ടെണ്ണൽ. ഒന്നാം ഘട്ടത്തിലെ പോലെ രണ്ടാം ഘട്ടത്തിലും റെക്കോർഡ് പോളിംഗ് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഉയർന്ന പോളിംഗ് അനുകൂലമാകുമെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള NDA നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ജനങ്ങൾ വിശ്വാസത്തിൽ എടുത്തതിന്റെ പ്രതിഫലനമാണ് വോട്ടെടുപ്പിൽ കണ്ടത് എന്നാണ് പ്രധാനമന്ത്രിയുടെ വാദം. അതേസമയം ഭരണവിരുദ്ധ വികാരമാണ് പോളിംഗ് ശതമാനം ഉയർത്തിയത് എന്ന് മഹാസഖ്യം അവകാശപ്പെടുന്നു. അതിനിടെ വിവിപാറ്റുകൾ വഴിയിൽ നിന്നും കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നത അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും മോക്ക് പോളിന്റെ വിവിപാറ്റുകളാണ് റോഡിൽ നിന്ന് ലഭിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണവും ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം വെട്ടിച്ചുരുക്കി. ഡിസംബർ 1 മുതൽ 19 വരെയാണ് ശൈത്യകാല സമ്മേളനം നടത്തുക. സാധാരണ നവംബർ അവസാന ആഴ്ചയിലാണ് ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ തവണ നവംബർ 25 മുതൽ ഡിസംബർ 20 വരെയായിരുന്നു സമ്മേളനം. അർത്ഥവത്തായ സമ്മേളനമായി ഈ ഘട്ടത്തെ മാറ്റണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. അതേസമയം സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. വിശദമായ ചർച്ചകൾ ഒഴിവാക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പാർലമെന്റിനെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് സമ്മേളന സമയം വെട്ടിച്ചുരുക്കിയതെന്ന് തൃണമൂൽ കോൺഗ്രസും വ്യക്തമാക്കി. ഭീകരവാദികൾക്ക് ആയുധങ്ങൾ നൽകുന്ന 3 പേർ ഗുജറാത്തിൽ അറസ്റ്റിൽ. ഗുജറാത്ത് ഭീകരവിരുദ്ധ വിഭാഗമാണ് അഹമ്മദാബാദിൽ നിന്നും ഇവരെ അറസ്റ്റ് ചെയ്തത്. രാജ്യവ്യാപകമായി ഭീകരവാദി ആക്രമണങ്ങൾക്ക് വേണ്ടി ആയുധങ്ങൾ നൽകി ഗൂഢാലോചന നടത്തിയെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 1 വർഷമായി ഇവർ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് ഗുജറാത്ത് ATS ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സുനിൽ ജോഷി പറഞ്ഞു. ജമ്മുകശ്മീരിലും ഭീകരർക്ക് സഹായം നൽകിയ 3 പോലീസുകാരെ പിരിച്ചുവിട്ടു. പ്രത്യേക സംഘത്തിലെ പോലീസുകാർക്കെതിരെയാണ് നടപടി. ജപ്പാനിൽ ഭൂചലനം. വടക്ക് ജപ്പാനിൽ പ്രാദേശിക സമയം വൈകിട്ട് 5:03-നാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തി. പസഫിക് തീരത്ത് സെൻട്രിഗു ആണ് പ്രഭവ കേന്ദ്രം. ഭൗമോപരിതലത്തിൽ നിന്നും 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനമുണ്ടായത്. ഇതിനു പിന്നാലെ ജപ്പാൻ കാലാവസ്ഥാ വകുപ്പ് സുനാമി മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. 3 മീറ്റർ ഉയരത്തിലുള്ള തിരമാലകൾ അടിക്കാം എന്നാണ് മുന്നറിയിപ്പ്. PM ശ്രീയിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. PM ശ്രീ മരവിപ്പിച്ചു എന്നത് വസ്തുതയാണ്. എന്നാൽ ഇതുവരെ കത്ത് നൽകിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. PM ശ്രീയിലെ തുടർ നടപടികൾ നിയമോപദേശം കിട്ടിയ ശേഷം മാത്രമെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീയിലെ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല. PM ശ്രീയിൽ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ തന്നെ സംസ്ഥാനം നടപ്പിലാക്കി കഴിഞ്ഞു. SSK ഫണ്ട് വാങ്ങിയെടുക്കുകയാണ് വേണ്ടതെന്നും 5000 കോടി രൂപയുടെ പദ്ധതികൾ കേരളം നടപ്പിലാക്കിയെന്നും മന്ത്രി V ശിവൻകുട്ടി ഡൽഹിയിൽ പറഞ്ഞു. രേഖാമൂലം എഴുതി കൊടുക്കുന്നതാണ്. ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഒരു അവസാന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കും. പിന്നെ ഇപ്പോൾ 265 സ്കൂളുകളാണ് PM ശ്രീ സ്കൂളുകൾ എന്നുള്ള നിലയിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അതിനിടയിൽ ഞങ്ങൾക്ക് പിന്നെ സ്റ്റാർസ് പദ്ധതിയിൽ ഇന്നലെ 250 കോടിയോ മറ്റൊന്നല്ല അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ SSKയിൽ 100 കോടി രൂപ കഴിഞ്ഞ ആഴ്ച അനുവദിച്ചു. ബാക്കി SSKക്ക് ടോട്ടൽ കിട്ടേണ്ട 1400-ലധികം കോടി രൂപയാണ്. അത് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബാങ്ക്സിന് വേണ്ടിയാണ് ഞാൻ നാളെ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നത്. വളരെ സൗഹാർദ്ദപരമായുള്ള കൂടിക്കാഴ്ചയായിരിക്കും. ഈ കോൺട്രവേഴ്സിയെല്ലാം അദ്ദേഹം മുഴുവനും പത്രങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിനുശേഷമാണ് ഈ ഫണ്ടെല്ലാം അനുവദിച്ചിട്ടുള്ളത്. കോട്ടയം തിരുവഞ്ചൂരിലെ ആഭിചാര കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. കേസിലെ പ്രധാന തെളിവായ വീഡിയോ ദൃശ്യങ്ങളിലുള്ള 6ാമത്തെ ആളെക്കുറിച്ചും അന്വേഷിക്കും. അതേസമയം കേസിലെ പ്രതികളായ അഖിലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. കോട്ടയം തിരുവഞ്ചൂരിൽ യുവതിയെ ആഭിചാരത്തിന് വിധേയമാക്കുകയും ഇതിനിടെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്ത കേസിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. യുവതിയുടെ ഭർത്താവ് അഖിൽ ദാസ്, അഖിലിന്റെ പിതാവ് ദാസ്, ആചാരം നടത്തിയ പത്തനംതിട്ട സ്വദേശി ശിവദാസ് എന്നിവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായാണ് അപേക്ഷ നൽകുന്നത്. 2 ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. കേസിൽ ഇവരെ കൂടാതെ അഖിലിന്റെ സഹോദരി, അമ്മ എന്നിവരും പ്രതികളാണ്. ഒളിവിൽ കഴിയുന്ന ഇരുവർക്കുമായി ഊർജിതമായ അന്വേഷണം നടന്നുവരികയാണ്. കേസിലെ നിർണായക തെളിവായ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. യുവതിയുടെ ഭർത്താവ് അഖിലിന്റെ ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഈ ദൃശ്യങ്ങളിൽ നിലവിലെ 5 പ്രതികളെ കൂടാതെ ഒരാൾ കൂടിയുണ്ട്. ഇത് ആരെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ ഇയാളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. ആഭിചാരക്രിയ നടത്തിയ പത്തനംതിട്ട തിരുവല്ല മുത്തൂർ സ്വദേശിയായ ശിവദാസിന്റെ പശ്ചാത്തലവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അമൃത ന്യൂസ്, കോട്ടയം.
ഗൗരി കിഷൻ വിഷയത്തിൽ യൂട്യൂബർ നടത്തിയത് ക്ഷമാപണമായി കണക്കാക്കുന്നില്ലെന്ന് താരസംഘടനയായ അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ. എന്നും സ്ത്രീകൾക്കൊപ്പമാണ് അമ്മ സംഘടന. അതിൽ ഇൻഡസ്ട്രി വ്യത്യാസമില്ലെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. അത് മാപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എൻ്റെ ഇത് മാപ്പായിട്ട് ഞാൻ കരുതുന്നില്ല. ആ ബോഡി ലാംഗ്വേജും വി ആർ ഓൾ വിത്ത് ഓൾ ദ വിമൻ. അതിന് ഈ ഇൻഡസ്ട്രി ഒന്നും വേണ്ട. ഓൾ ആർ വിത്ത് ഗൗരി. അത്രയേ ഉള്ളൂ പറയാനുള്ളത്. ആൻഡ് ദിസ് ഈസ് നോട്ട് അപ്പോളജി we expect. We want better apology. നിർധനരായ 5 കുട്ടികൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്ത് താരസംഘടനയായ അമ്മ ലോഗോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററുമായി സഹകരിച്ചാണ് പദ്ധതി സാധ്യമാക്കിയത്. കൊച്ചിയിലെ അമ്മ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ സംഘടനാ ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. ധ്വനി അമ്മയുടെ സ്നേഹസ്പർശം എന്ന പേരിലാണ് താരസംഘടനയായ അമ്മ ശ്രവണശേഷിയില്ലാത്ത 5 കുഞ്ഞുങ്ങൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികൾ വന്നതിന് ശേഷമുള്ള ആദ്യ പരിപാടിയാണ് കൊച്ചിയിലെ അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിൽ നടന്നത്. ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസനാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അമ്മ സംഘടന ഇനിയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. മീഡിയ വഴി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന്, അമ്മ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അപ്പം മെല്ലെ മെല്ലെ പുതിയ ഭാരവാഹികൾ ഇത് മാറ്റാൻ നോക്കുകയാണ്, അത്രയേ ഉള്ളൂ. ആൻഡ് ചാരിറ്റി അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ബേബി സ്റ്റെപ്പാണ്. അൻസിബ കൊണ്ടുവന്ന ഒരു ആശയാണ്. സോ അൻസിബയാണ് ഇതിൻ്റെ എല്ലാം അമ്മയുടെ ഉയർച്ചയും അമ്മയുടെ നന്മയും മാത്രമാണ്. അപ്പോൾ ഓരോ ആശയങ്ങൾ കൊണ്ടുവരുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നു. അതിലേറ്റവും നല്ല ഭാഗങ്ങൾ എങ്ങനെയാണെന്നും അതിൻ്റെ ആങ്സൈറ്റികളും ഒക്കെ ചർച്ച ചെയ്ത് ആണ് മുന്നോട്ട് പോകുന്നത്. ഇതിലൊന്നും ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. ലോഗോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററുമായി സഹകരിച്ചാണ് അമ്മ സംഘടന ധ്വനി പദ്ധതി സാധ്യമാക്കിയത്. കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഡോക്ടർമാരുടെ സംഘവും ഇവർക്കൊപ്പമുണ്ട്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സംഘടനാ ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും കോട്ടയം ജില്ലയിലെ മുത്തോലി പഞ്ചായത്തിൽ BJPയുടെ ഭരണം 5 വർഷം പൂർത്തിയാകുകയാണ്. UDF കോട്ടയായിരുന്ന മുത്തോലിയിൽ ഭരണം BJPയുടെ കൈകളിൽ എത്തിയത് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തെ തുടർന്നായിരുന്നു. വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റമാണ് BJP അവകാശപ്പെടുന്നത്. എന്നാൽ ഇടതു വലതു മുന്നണികൾ BJPയുടെ വാദങ്ങളെ തള്ളുകയാണ്. പതിറ്റാണ്ടുകളായി UDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ് കേരള കോൺഗ്രസ് എമ്മിന് നിർണായക സ്വാധീനമുള്ള മുത്തോലി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എം ഇടതുപാളയത്ത് ചേർന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല. 13-അംഗ ഭരണസമിതിയിൽ BJP 6, LDF 5, UDF 2 എന്നതായി സീറ്റ് നില. തുടർന്ന് ഏറ്റവും വലിയ കക്ഷിയായ BJPക്ക് ഭരണം ലഭിച്ചു. ഗ്രാമീണ റോഡുകളുടെ വികസനം, മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളടക്കം എല്ലാ രംഗങ്ങളിലും വികസനം നടപ്പാക്കാൻ സാധിച്ചതുമായാണ് BJP അവകാശപ്പെടുന്നത്. 2021 മുതൽ 25 വരെ 26.7 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായും ഇതിൽ 11,61 ലക്ഷം രൂപ തനത് ഫണ്ടാണെന്നത് അഭിമാന നേട്ടമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രോജക്റ്റുകളും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. ഏതാണ്ട് 26 കോടിയോളം 27 കോടിയോളം രൂപ പദ്ധതി ഇവിടെ ഈ 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ള വളരെ അഭിമാനകരമായ കാര്യമാണ്. അതുപോലെ തന്നെ അതിലേതാണ്ട് 11 കോടിയോളം രൂപ നമ്മുടെ തനത് ഫണ്ടിൽ നിന്ന് എടുക്കുവാൻ സാധിച്ചതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഫണ്ടുകൾ ലഭ്യത കുറവാണ്. ഈ പാൻ ഫണ്ടുകളൊക്കെ കിട്ടിയാൽ അത് ട്രഷറി മാറാൻ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിൽക്കെ നമ്മൾ നമ്മുടെ സ്വന്തം ഓൺ ഫണ്ട് കൊണ്ട് നമുക്ക് അത് മറികടക്കാൻ സാധിച്ചു എന്നുള്ള അഭിമാനകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ 5 വർഷം കഴിയുമ്പോൾ ഈ പദ്ധതികളൊക്കെ നടപ്പാക്കി കഴിയുമ്പോഴും ഏതാണ്ട് 4,68 ലക്ഷം രൂപ നമുക്ക് മിച്ചം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. മുൻ ഭരണസമിതികളുടെ കാലത്ത് പദ്ധതി നിർവഹണത്തിൽ 100% ഫണ്ട് ചെലവഴിച്ചിരുന്ന പഞ്ചായത്തിൽ നിലവിലെ ഭരണസമിതിയുടെ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ലാപ്സായി എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാർ യഥാസമയം ഫണ്ട് നൽകാത്തതാണ് പദ്ധതി നിർവഹണം തടസ്സപ്പെടാൻ കാരണമെന്ന് വരുത്തി തീർക്കാനാണ് ഭരണപക്ഷം ശ്രമിച്ചത്. ബജറ്റിൽ ലൈഫ് പദ്ധതിയെ ഒഴിവാക്കി PMAY പദ്ധതിക്ക് തുക വകയിരുത്തിയ നടപടി ജനവിരുദ്ധമാണെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിന് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ലഭ്യമായ തുകയിൽ നിന്നും
7.17 കോടി രൂപയാണ് ലാപ്സായി പോയത്. അവർ കണ്ടുകൊണ്ടിരുന്നത് ഇത് കേരള സർക്കാരിൻ്റെ ഫണ്ടാണ്, അപ്പം കേരള സർക്കാർ ഫണ്ട് തരുന്നില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ് നടത്തിയത്. ആ പ്രവർത്തനം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഒരു പേര് പോലും ആ ബഡ്ജറ്റിൽ എഴുതി ചേർക്കാതെ 4 ലക്ഷം രൂപ നമ്മൾ സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് എഴുതി ചേർക്കാതെ PMAY അത് 72,000 രൂപയാണ് ഒരു ഗുണഭോക്താവിന് വീടിന് കൊടുക്കുന്നത്. അതുമാത്രം ചേർത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശക്തമായിട്ട് നിലപാടെടുക്കുകയും സമര പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. ഭരണകക്ഷിയായ BJPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന LDF ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ ശ്രമിച്ചില്ലെന്നാണ് UDFിൻ്റെ ആരോപണം. BJP അംഗങ്ങൾക്കിടയിലെ അധികാര തർക്കം ഭരണത്തെയും ബാധിച്ചു. എല്ലാ രംഗങ്ങളിലും സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിരുന്ന ഒരു പഞ്ചായത്തിനെ ബഹുദൂരം പിന്നോട്ട് നയിക്കുകയാണ് BJP ചെയ്തതെന്നും UDF ആരോപിക്കുന്നു. 5 വർഷമായിട്ട് പോലും ഒരു അവിശ്വാസ പ്രമേയം പോലും ഇവിടുത്തെ രണ്ടാമത്തെ മുന്നണിയായ LDF കൊണ്ടുവന്നിരുന്നുവെങ്കിൽ പാസ്സാകുമായിരുന്നു. അതുപോലെ 5 വർഷം ഭരിച്ചെങ്കിൽ തന്നെ ആ പാർട്ടിയിൽ പോലും യോജിപ്പില്ലാത്തൊരു ഭരണമായിരുന്നു. UDF ഭരിച്ചിരുന്നപ്പോൾ പഞ്ചായത്ത് 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു. ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഭരണത്തിൽ BJPക്ക് വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടെ തന്നെ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇടത് വലത് മുന്നണികൾ. പഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം 13-ൽ നിന്നും 14 ഉയരുമ്പോൾ അതിൻ്റെ ഗുണം ആർക്ക് ലഭിക്കുമെന്നും കാത്തിരുന്നു തന്നെ കാണണം. അമൃത ന്യൂസ്, കോട്ടയം.